ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു പാല് പോലുള്ളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ചെറുനാരങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. കുരു പെടാതെ നമ്മൾ എടുക്കണം കേട്ടോ. കുരു പെടുകയാണെങ്കിൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 or 7 ഇല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡാണ് നമ്മുടെ ഈ ഒരു നാരങ്ങ വെള്ളം പാല് പോലെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാര അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ചെറുനാരങ്ങ വെച്ചിട്ട് നമുക്കൊരു 6 or 7 ഗ്ലാസ്സോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളമാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു നാരങ്ങ തൊലിയോട് കൂട്ടൽ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സറിലായിട്ട് ഒരുപാട് സമയം അടിച്ചെടുക്കരുത്. ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായി ഇങ്ങനെ ചതഞ്ഞ് കിടക്കുന്ന രീതിയിൽ മാത്രം വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കിയ ഉടൻ തന്നെ കുടിക്കണം കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം വെക്കാൻ പറ്റില്ല. കാരണം അത് നല്ല കയ്പ്പ് വരും. കാരണം തൊലിയോട് കൂട്ടി നമ്മൾ അടിച്ചെടുത്തുള്ളത്. ഇപ്പം നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തൊലി ഒഴിവാക്കിയിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു നാരങ്ങയുടെ നീര് മാത്രം എടുത്തിട്ട് അങ്ങനെ അടിച്ചെടുക്കുക. ഒരു 2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു നീരിൽ വേണം നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോമ്പിലുണ്ടാക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നീരും എടുത്തിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സർ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്ര വെള്ളം എത്ര ആൾക്കനുസരിച്ചാണെങ്കിലും ഇതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മിക്സാക്കിയിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മിക്സർ ജാറിൽ കുറച്ചൊന്ന് ഒഴിച്ച് അടിച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്ര വേണ്ടതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഐസ് ക്യൂബ് ഇട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ലൊരു വെറൈറ്റി ഒരു നാരങ്ങ വെള്ളം തന്നെയാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നാരങ്ങയുടെ തൊലിയോട് കൂടിയിട്ട് അടിക്കുമ്പോൾ കൂടുതലായിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ആ നാരങ്ങയുടെ തൊലി അരഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ മിക്സറിലായിട്ട് അടിച്ചെടുക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഈ നോമ്പിൽ ഉണ്ടാക്കുമ്പോൾ നാരങ്ങയുടെ നീര് വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.